കോട്ടണിൽ തന്നെ 40s by 40s ആയിട്ടുള്ള കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. എല്ലാവർക്കും പുത്തൻസിലേക്ക് സ്വാഗതം. ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നൈറ്റി ഫാബ്രിക് ആണ് കേട്ടോ. നൈറ്റി ഫാബ്രിക് എന്ന് പറയുമ്പോൾ കുറെ പേരൊക്കെ നൈറ്റി ഫാബ്രിക് കൊണ്ടുവരുമ്പോൾ ആ വീഡിയോയുടെ അടിയിൽ തന്നെ പറയാറുണ്ട് നൈറ്റി ഫാബ്രിക് കൊണ്ടുവരാനായിട്ട്. അപ്പൊ അത് ക്ലിയർ ചെയ്യാനായിട്ടാണ് നൈറ്റി ഫാബ്രിക് എന്ന് പറയുന്നത്. നൈറ്റി മാത്രമല്ല, നമുക്ക് കുർത്തിയൊക്കെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡിസൈൻ നമ്മുടെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നതാണ്. അത് അന്ന് ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നതായിരുന്നു. അപ്പൊ ഞാനത് പിന്നെയും കിട്ടിയപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് കണ്ടു നോക്കാം. 40s by 40s ആണ് ത്രെഡ് കൗണ്ട്. 109 ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു ചന്ദന കളറാണ് ഇതിന്റെ ബേസ് കളർ വരുന്നത്. നൈറ്റിക്കൊക്കെ ചെയ്യാം, മെറ്റേണിറ്റി വെയർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. കുർത്തിയും ചെയ്യാം കേട്ടോ. ഇത് വന്നിരിക്കുന്നത് ഒരു സ്ട്രൈപ്പ് പാറ്റേൺ പോലത്തെ ഒരു താഴോട്ട് പോകുന്ന പോലെ നമ്മളിങ്ങനെ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ ഡിസൈൻ വരുന്നത്. താഴോട്ട് പോകുന്ന പോലെ യെല്ലോയും റെഡും ബ്ലൂ ഒക്കെ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. ഒരുപാട് ഡാർക്കോ അല്ലെങ്കിൽ ഒരുപാട് ലൈറ്റോ ആയിട്ടുള്ള ഷെയ്ഡ് അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് ഈ ഒരു ഫാബ്രിക് വന്നിട്ടുള്ളത്. ഇതിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. അതായത് ബേസ് ഏകദേശം ആ ഒരു ക്രീം കളർ തന്നെയാണ്, ഒരു ചന്ദന കളർ എന്ന് പറഞ്ഞ കളറാണ്. അതിനകത്ത് പ്രിന്റ് കയറുമ്പോൾ കളറും കുറച്ച് ചേഞ്ച് വരാറുണ്ട്. ഞാൻ അതൊക്കെ പറയാറുണ്ട്. നമ്മുടെ ബേസ് കളറിനകത്തേക്ക് ഏത് കളറിലുള്ള സ്ക്രീൻ പ്രിന്റ് ആണ് കയറുന്നത് അനുസരിച്ച് ബേസ് കളറിന് ചെറുതായിട്ട് ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ കണ്ടു നോക്കാം. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു റെഡും ബ്ലാക്കും ആയിട്ടുള്ള കോമ്പിനേഷനിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ ഈ ഫാബ്രിക്കിന്റെ ബേസിന് കുറച്ചൊരു ചേഞ്ച് വന്നു. അതായത് റെഡ് വന്നപ്പോൾ ഫാബ്രിക് മൊത്തപ്പാട് ഒരു കുറച്ചും കൂടെ ഒരു ബേസ് കളർ കുറച്ചും കൂടി ബ്രൈറ്റ് ആയി വന്ന പോലെയായി. ബ്ലാക്ക് റെഡും ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. ഇതും 40s by 40s തന്നെയാണ്. നമ്മളിന്ന് കാണുന്നതെല്ലാം 40s by 40s ആണ്. അപ്പൊ നൈറ്റി ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ വെച്ചിട്ട് കുറെ കുർത്തികളൊക്കെ ചെയ്യാറുണ്ട് 40s വെച്ചിട്ട്. അപ്പോൾ ഇത് ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഡിസൈൻ ആയതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ചെയ്തിട്ടില്ല. ഇനി നെക്സ്റ്റ് വൺ കാണുന്നതും ചന്ദന കളറിൽ തന്നെ റെഡും ഗ്രീനും യെല്ലോയും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ്. ആദ്യം കണ്ട റെഡ് അല്ല, ഇത് കുറച്ചും കൂടി ഒരു മെറൂണിഷ് ആയിട്ടുള്ള ഒരു റെഡ് കോമ്പിനേഷനിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്, എല്ലാം തന്നെ സ്ട്രൈപ്പ് പോലത്തെ ഒരു പാറ്റേണിലാണ് ഈ ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് റെഡും ബ്ലൂ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ്. ഈ നേവി ബ്ലൂ ഉണ്ടല്ലോ, ആ നേവി ബ്ലൂവും റെഡും കൂടെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത്. ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്ത് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ പാറ്റേൺ വരുന്നത്. നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഡെയിലി വെയർ ആയിട്ടുള്ള, അതായത് വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ള പലാസോ പാന്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല. കാംബ്രിക്കിന് തന്നെ നമ്മൾ ലൈനിങ് ഇല്ലാതെ ചെയ്യാനാണ് പറയാറ്. ഇതാവുമ്പോൾ 40s ആകുമ്പോൾ ത്രെഡ് കൗണ്ട് കൂടുതൽ, കുറച്ചും കൂടി 40s ആകുമ്പോൾ അടുത്ത് വരുന്നുണ്ട്. ഒട്ടും തന്നെ നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. നൈറ്റി സ്റ്റിച്ച് ചെയ്യാം, മെറ്റേണിറ്റി വെയർ ആയിട്ടുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാം, കുർത്തികളൊക്കെ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ പലാസോ സ്റ്റിച്ച് ചെയ്ത് മിനി ടോപ്പ് ഒക്കെ പെയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് കംഫർട്ട് ആയിട്ട് ഈ ഒരു ഹോട്ട് വെതറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഫാബ്രിക് തന്നെ. 109 ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അതുപോലെ ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.